ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് ട്രോമാസ് അല്ലെ ഡിപ്രഷനെ കുറിച്ചിട്ടൊക്കെയാണ്. സമാധാനം ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും. അപ്പം ഈ ട്രോമ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ ഇത് ആക്ച്വലി ഒരു ചെറിയ ടോപ്പിക് അല്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ടോപ്പിക് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് വളരെ കുറച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ. സോ ഈ ട്രോമാസ് അല്ലെങ്കിൽ ഡിപ്രഷൻ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക? മേ ബി ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് ഉള്ള എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ, ഇതൊക്കെ കൊണ്ടായിരിക്കും കൂടുതൽ ട്രോമകൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു പേടി വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ഒരിക്കൽ കുഞ്ഞിലെ വെള്ളത്തിൽ പോയി മുങ്ങാൻ പോയി, കുറേ നേരം അങ്ങനെ ആയപ്പോഴത്തേനും നമ്മൾ വെള്ളത്തിനോടുള്ളൊരു പേടി, പിന്നീട് നീന്താൻ പോകുമ്പം അന്ന് വീണ ആ കാര്യമായിരിക്കും ഓർമ്മ വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രോമകൾ ഉണ്ടാവുന്നത്. അപ്പോൾ മേ ബി ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുറേ ട്രോമകൾ പല രീതിയിലാണ്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, തമാശയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. ആക്ച്വലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം ഓരോരുത്തരും നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് അത്രമേൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇനി ഈ പറഞ്ഞ ഡിപ്രഷൻ സംഭവിച്ചു അല്ലെ ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ പല പല വഴികളുണ്ട്. ഇപ്പം നമുക്ക് ഗേൾസിന് എസ്പെഷ്യലി പീരീഡ് സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലും എത്രത്തോളമാണെന്ന് നമുക്കറിയാം. അപ്പം ഒരു ഡിപ്രഷനും അല്ലെങ്കിൽ പറഞ്ഞ ട്രോമ ഒക്കെ ഉണ്ടാവുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പം പിന്നെയും എനിക്ക് തോന്നുന്നു കുറെ കൂടെ റിസെപ്റ്റീവ് ആയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ആൾക്കാർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് അത് വരുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയുന്നുണ്ട്. മുന്നത്തെ ഒരു ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത് ഇങ്ങനൊരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരാളെ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല. നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് നമ്മളെ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ അത് മോശമാണ്, എനിക്ക് മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഡോക്ടറിനെ പോയത്, അല്ലെ വല്ലവരും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നോ, അതൊന്നും വിചാരിച്ചിരിക്കരുത്. ഒരു തെറാപ്പി എടുക്കുന്നത് അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ഗോ ത്രൂ ചെയ്യുന്നവരാണെങ്കിൽ തെറാപ്പി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. പല രീതിയിൽ നമ്മളെ ഈ പറഞ്ഞ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ സംഭവിക്കാം. ഒരു ചെറിയ കുട്ടി പറയുകയാണ്, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, എനിക്ക് ഒന്നും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടൊരു പേരന്റ് പറഞ്ഞു കൊടുക്കുക, പിന്നെ ഈ ചെറിയ പ്രായത്തിലല്ലേ ഡിപ്രഷൻ, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പറയേണ്ടതിന് പകരം എന്താണ് ആ കുട്ടിക്ക് പറയാനുള്ളത്, അതെയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സ്കൂളിലോ വരുന്ന വഴിയിലോ എവിടെയാണെന്ന് വെച്ചാൽ ആ കുട്ടിയോട് ഇരുന്ന് സംസാരിക്കുക. ഇന്നത്തെ കാലത്ത് അതാണ് ഇല്ലാത്തത്. എല്ലാവരും തിരക്കാണ്. എന്നാൽ പോലും നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ളവരെ കാണാനുള്ളൊരു ഇത് വേണം, അല്ലെ അവർക്ക് എന്താ പറയാനുള്ളതെന്നുള്ള കേൾക്കാനുള്ളൊരു ക്ഷമ വേണം. അപ്പം അത്തരത്തിൽ ആ കുട്ടിക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്നുള്ളത് നമ്മൾ ചോദിച്ചറിയാം. അതെന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഇൻ കേസ് നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുക. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ അടുത്തുനിന്ന് ഹെൽപ്പ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞാനിത് സ്വയമേ നോക്കണം, ഇങ്ങനെ കുറേ സ്ട്രെസ്സുകൾ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിപ്രഷൻ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എല്ലാവരും എത്തുന്നത്. അതിന് പകരം കുറേ പേര് ഇത് സ്വയമേ ഹീൽ ചെയ്ത് വരും, പക്ഷെ എന്നാൽ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പം ഇതിൻ്റെ എക്സാക്റ്റ് റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്, വെള്ളത്തിനെ പേടിയുള്ളവരുണ്ട്, സ്പീഡ് പേടിയുള്ളവരുണ്ട്, ഇങ്ങനെ പല രീതിയിൽ ഇത് പോകും. ഇത് പല ഫോബിയാസ് ആയിട്ടും പറയാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഉണ്ടായത് അവർക്കൊരു എക്സ്പീരിയൻസ്, മുന്നേ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ ഡിപ്രഷൻ എങ്ങനെയൊക്കെ ഉണ്ടാവാം. ഒന്ന്, നമുക്ക് കുഞ്ഞു ക്ലാസ്സിലെ തൊട്ടേ പിള്ളേർക്ക് വലിയ ബാഗുകളാണ് കൊടുക്കുന്നത്, അല്ലേ? അവരെക്കാട്ടിലും വലിയ സൈസുള്ള, അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ, ഇങ്ങനെ ആകുമ്പോൾ തന്നെ കുട്ടികൾ ഇപ്പോൾ കുറേയേറെ സ്ട്രെസ്ഡ് ആവുന്നുണ്ട് കുട്ടികൾ. ഈ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇത്രയും ബുക്കുകൾ കുഞ്ഞു കുട്ടികൾക്ക്, അതുപോലെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന്, ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത് വരുമ്പോഴും കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാവാറുണ്ട്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു പാർട്ട് ഓഫ് ലൈഫാണ്. കാര്യം എങ്ങനെ പോയാലും ഒരു ചെറിയ സ്ട്രെസ്സൊക്കെ നമുക്ക് ഉണ്ടാവും, പക്ഷെ അതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലെ ഒത്തിരി സ്ട്രെസ്ഡ് ആവുന്ന ദിവസങ്ങളിൽ ഒരു ഔട്ടിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിട്ടൊന്ന് സംസാരിക്കുക, ഫാമിലി മെമ്പേഴ്സായിട്ടൊന്ന് സംസാരിക്കുക, അച്ഛൻ അമ്മയായിട്ടിരുന്ന് സംസാരിക്കുക, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് ഈ ഒരു കാര്യത്തെ നമുക്ക് മൈൻഡ് ഔട്ട് ആക്കാൻ പറ്റും. അതേപോലെ ഇപ്പം ഇത് എനിക്ക് ഡിപ്രഷൻ വന്നാൽ നേരെ നെഗറ്റീവ് സൈഡാണ് ആദ്യമേ ആൾക്കാർ ചിന്തിക്കുന്നത്. സൂയിസൈഡൽ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലഹരിക്ക് അടിമയാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റിയിട്ട് എങ്ങനെ എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താം എന്നാണ് ആദ്യമേ ചിന്തിക്കേണ്ടത്. പിന്നെ നമുക്കുണ്ടാവും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ ഇവരോടൊന്നും സംസാരിക്കാൻ തോന്നത്തില്ല, അല്ലെ നമുക്ക് ഒതുങ്ങി മാറിയിരിക്കാൻ തോന്നുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഓവർ തിങ്ക് ചെയ്യേണ്ടതിന് പകരം മെഡിറ്റേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള മെഡിറ്റേഷൻ ആക്ച്വലി നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മെഡിറ്റേറ്റ് ചെയ്യുകയും അതേപോലെ സെൽഫ് ടോക്ക്, ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. അതായത് നമ്മളെ മാക്സിമം ആക്റ്റീവ് ആക്കി ഇരുത്താൻ നോക്കുക. ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേനും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, അല്ലെ റുട്ടീനായിട്ട് ചെയ്യുക എന്നതിലുപ്പുറം നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക. അതും ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ ഓട്ടത്തിൻ്റെ പുറകെ നമ്മളും ആ കൂടെ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ, നമ്മൾ ജീവിക്കാൻ മറന്നു പോകും. അപ്പം അതും നമ്മളൊന്ന് മനസ്സിലാക്കി പ്രസൻറ്റിനെ ആഘോഷിച്ച്, അല്ലെങ്കിൽ സന്തോഷത്തോടെ പ്രസൻറ്റിനെ നമ്മൾ വെൽക്കം ചെയ്യുക. അതെങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഈ ഇപ്പോൾ ഹീലിംഗ് മെത്തേഡ്സും പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റിനെയൊക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇഷ്ടംപാടി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം ഇതിൽ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഒരു തെറാപ്പിയോ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമോ, എന്താണെന്ന് വെച്ചാൽ അതിനുള്ളത് ചെയ്യണം. ഇതൊക്കെ ഇത്രയും പറയാൻ മാത്രം ഞാൻ ഒരു ആരുമല്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രം എടുത്താൽ മതി. സോ